നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 364 364. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം മൂലം ചതുർത്ഥസ്കന്ധം 9-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിരിക്കുമ്പോൾ ഇന്നലെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്ന് ബെല്ലടിക്കുക. കാരണം വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇൻട്രപ്റ്റായി. സാരമില്ല. അപ്പോൾ പറഞ്ഞ് നിർത്തിയത് എന്തായിരുന്നു? അങ്ങ് നിർവികാരൻ, ആദിയില്ലാത്ത പുരുഷൻ, ജീവനാകട്ടെ അങ്ങയിൽ നിന്നുണ്ടായിരിക്കയാൽ ആദിയുള്ളവൻ, അങ്ങ് ഐശ്വര്യാദി ഗുണങ്ങൾ നിറഞ്ഞവൻ, ജീവൻ അതിൻ്റെ പൂർണ്ണതയില്ലാത്തവൻ, നിന്തിരുവടി സത്വാദി ഗുണങ്ങളുടെ നിയാമകൻ, ജീവൻ ഗുണപരതന്ത്രൻ. ജീവൻ ഗുണപരതന്ത്രൻ എന്ന് പറഞ്ഞ അർത്ഥം, ജീവൻ തമോ ഗുണത്തിനും രജോ ഗുണത്തിനും സാത്വിക ഗുണത്തിനും അധീനനാണ്. ഇനി സംഗതി വശാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടായി ഈ ത്രിഗുണങ്ങളെ ഭഗവത് പാദാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ ഗുണാതീതനായിരിക്കുന്ന പരമ്പൊരുളിൻ്റെ ശക്തിവിശേഷത്തെ അറിയാനുള്ള ഒരു ഇൻ്റലിജൻസ്, ഒരു കോൺഷ്യസ്നെസ് ഭഗവാൻ കൊടുക്കും. അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങയുടെ ജ്ഞാനം നിത്യവും അപരിച്ഛിന്നമാവുകയാൽ സർവജീവികളുടെയും ബുദ്ധിവൃത്തിയെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, ജീവനാകട്ടെ സ്വബുദ്ധിയുടെ വ്യാപാരത്തെ തന്നെ വിസ്മരിക്കുന്നവൻ. അതായത് ഭഗവാൻ എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കണു, നമ്മളോ എന്ത് ചെയ്യണു? സ്വബുദ്ധിയുടെ വ്യാപാരത്തെ തന്നെ വിസ്മരിക്കുന്നവനാണ്. വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യത്തിനെ മറക്കുക. അങ്ങ് പുണ്യപാപരൂപങ്ങളായ കർമ്മങ്ങളുടെ ഫലദാതാവ്, ജീവൻ കർമാധീനൻ. ജീവൻ കർമ്മങ്ങൾക്ക് അധീനനാണ്. ഭഗവാൻ കർമ്മങ്ങൾക്ക് അധീനനല്ല. കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല. അതിനാൽ എല്ലാം കൊണ്ടും നിന്തുരുവടി ജീവനിൽ നിന്നും വിലക്ഷണനായിട്ടിരിക്കുന്നു. അതായത് മേലെയാണ്. അതിനാൽ ജീവോപ്യാസം തന്നെ നിന്തുരുവടി. നിന്തുരുവടിയെ ജീവൻ ഉപാസിക്കേണ്ടതാണ് എന്നുള്ള അർത്ഥം വരും. ഇനി 16-ാമത്തെ ശ്ലോകം. യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധശക്തയ ആനപൂർവ്യാത് തൽ ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യം ആനന്ദമാത്രം അവികാരമഹം പ്രപദ്യേ. വികാരമില്ലാത്തവനെയാണ് ഭജിക്കേണ്ടത്. എന്നാൽ വികാരമുള്ളവൻ്റെ ക്ഷോഭം അടങ്ങും. അപ്പോൾ ഇതിൻ്റെ എന്താ വാക്കാർത്ഥം പറയാ? യാതൊരുവനിൽ അന്യോന്യ വിരോധമുള്ള ഭാവങ്ങൾ എപ്പോഴും ചേർന്നിരിക്കുന്നു. പ്രസിദ്ധം എന്നുള്ളത് പ്രസിദ്ധമാണ്. വിദ്യ മുതലായ ബഹുവിധ ശക്തികൾ ക്രമത്തിൽ ആരിലിരിക്കുന്നു? ആരിലായിരിക്കണത്? ഭഗവാനിലെ. ലോകത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായും രണ്ടാമതൊന്നിനോട് ചേരാത്തതായും അപരിച്ഛിന്നമായും ആദിയിലുള്ളതായും ആനന്ദം മാത്രമായും വികാരമില്ലാത്തതായും ഇരിക്കുന്ന ആ ബ്രഹ്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് വികാരമുള്ള ഒരാൾ വികാരത്തിന് അധീനനായിട്ടുള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. രണ്ടു കൂട്ടരും ഐദർ സ്പൗസ് അല്ലെങ്കിൽ ബോത്ത് ദി സ്പൗസസ്, അങ്ങനെ പറയാം, ആണും പെണ്ണും ഈശ്വരനിലാണ് താതാത്മ്യം പ്രാപിക്കേണ്ടത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? യാതൊന്നിൽ അണുത്വം, മഹത്വം എന്നിങ്ങനെ ഒന്നിനോടൊന്ന് വിരോധമായിരിക്കുന്ന ഭാവങ്ങൾ, ഒറ്റക്കോശമുള്ള അമീബയും ബൃഹത്തായിരിക്കുന്നതും ഭഗവത് ചൈതന്യം തന്നെയാണ്. നിരന്തരം ചേർന്നിരിക്കുന്നുവോ
യാതൊരുവനെ വിദ്യ അവിദ്യ മുതലായ അനന്തശക്തികൾ, അറ്റമില്ലാത്തത് അന്തമില്ലാത്തത്, അവരുടെ അധികാരത്തെ അനുസരിച്ച് ആശ്രയിക്കുന്നുവോ, സർവലോകങ്ങളുടെ അധികാരത്തെ അവരവരുടെ അധികാരത്തെ അനുസരിച്ച് ആശ്രയിച്ചിരിക്കുന്നുവോ, സർവലോകങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും ഭേദമില്ലാത്ത ഏകവും അപരിച്ഛിന്നവും ആദിയിലുള്ളതും ആനന്ദമാത്രവും വികാരരഹിതവുമായ ആ ബ്രഹ്മത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ്. കുറച്ച് മെനക്കെടണം. ഇനി 17ാമത്തെ ശ്ലോകം. സത്യാശിഷോ ഹി ഭഗവം സ്തവ പാദപത്മം ആസിസ്തഥാനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവാൻ പരിപാദിതീനാൻ വാശ്രേവ വത്സകമനുഗ്രഹകാതരോസ്മാൻ. അതായത് അതിൻ്റെ വാക്കാർത്ഥം പറയണു. പുരുഷാർത്ഥ സ്വരൂപനായി ഭഗവാൻ ആരാ? പുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ആളാണ്. സത്യമായ ആഗ്രഹത്തോടു കൂടിയവനുമായിരിക്കുന്ന, അത് അതിലേറെ വിശേഷണം, അങ്ങയുടെ പാദകമലം അപ്രകാരം നിരന്തരം ഭജിക്കുന്നവന്. എങ്ങനെ? നിരന്തരം ഭജിക്കുന്നവന് അനുഗ്രഹം തന്നെ. ഇപ്രകാരമാണെങ്കിലും പൂജ്യ സർവൈശ്വര്യപരിപൂർണനായ അങ്ങ് നവപ്രസൂതമായ ധേനു എന്ന് പറഞ്ഞാൽ പ്രസവിച്ച പശു എങ്ങനെയാണ് പശുക്കുട്ടിയോട് വത്സനെ എന്ന പോലെ ദുഃഖിതന്മാരായ ഞങ്ങളെ അനുഗ്രഹിപ്പാൻ ബന്ധപ്പെട്ടവനായിട്ട് രക്ഷിക്കുന്നു എന്നാണ്. ഒരു തള്ളപ്പശു എങ്ങനെയാണ് പശുക്കുട്ടീനെ ശ്രദ്ധിക്കുക, അതേപോലെ അതിന് ഭാഗ്യം ഉണ്ടാവണം, വേണ്ടേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. സർവരും ആഗ്രഹിക്കുന്ന പരമപുരുഷാർത്ഥം പരമാനന്ദപ്രാപ്തി രൂപമായ മോക്ഷമാകുന്നു. പരമാനന്ദപ്രാപ്തി രൂപമായതാണ് മോക്ഷം, അല്ലാണ്ട് മാർബിൾ വെച്ച് കിട്ടുകയല്ല. അത് തന്നെ നശിക്കാത്തതും അത് തന്നെ നിന്തുരുവടിയുടെ സ്വരൂപവും. ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. അത് നശിക്കാത്തതാണ്, അനശ്വരാണ്. അതിനെ ആഗ്രഹിക്കുന്നവർക്ക് സത്യമായ ആ ആനന്ദത്തെ നിന്തുരുവടി നൽകുന്നു. അങ്ങനെയാണെങ്കിലും ഹേ പൂജ്യനായ ദേവ, സർവൈശ്വര്യപരിപൂർണനും സർവജ്ഞനുമായ നിന്തുരുവടി കാമാദിവൃത്തികളിൽ നിന്ന് നിർമുക്തന്മാരല്ലാത്തതിനാൽ ദുഃഖിതന്മാരായ എന്നെ പോലെയുള്ളവരെ കാമിതാർത്ഥദാനത്താൽ അനുഗ്രഹിച്ച് രക്ഷിക്കുന്നു. എന്താ ആഗ്രഹിക്കുന്നു അതൊക്കെ തന്നിട്ട് അനുഗ്രഹിക്കണു എന്നർത്ഥം. നവപ്രസൂതയായ ധേനു അതിൻ്റെ കുട്ടിയെ ക്ഷീരം നൽകി രക്ഷിക്കുന്നത് പോലെ എന്ന് ഉപമ. നിന്തുരുവടി സകാമഭക്തന്മാരെയും സംരക്ഷിക്കുന്നു. പക്ഷേ there is no guarantee. സകാമഭക്തന്മാരെയും സംരക്ഷിക്കും, ഇറ്റ് വിൽ ടേക്ക് ടൈം. അതാണ് മൈത്രേയ വാച 18ാമത്തെ ശ്ലോകം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ 2 വരി ശ്ലോകമാണ്. അധാഭിഷ്ടുതയേവം വൈ സൽസങ്കൽപ്പേന ധീമത ഭൃത്യാനുരക്തോ ഭഗവാൻ പ്രതിനന്ദ്യേതമബ്രവീത്. സത്തിൽ സങ്കല്പത്തോടുകൂടിയ, സൽസങ്കൽപ്പേന എന്ന് പറഞ്ഞ സത്ത് എസൻസ്, ചണ്ടിയിലല്ല എസൻസ്, ബുദ്ധിമാനാൽ സ്തോത്രം ചെയ്യപ്പെട്ട ശ്രീഹരി ഭൃത്യനിൽ അനുരാഗത്തോടു കൂടിയവനായിട്ട് പ്രതിനന്ദിച്ചിട്ട് ഇതിനെ പറഞ്ഞു. എന്താ അത്? മൈത്രേയൻ പറഞ്ഞു. ഭാവാർത്ഥം: ഭഗവാന്റെ അനുഗ്രഹത്തിൽ സങ്കല്പം വെച്ചിരിക്കുന്ന ബുദ്ധിമാനായ ധ്രുവനാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട ഭഗവാൻ ഭൃത്യനായ ആ ബാലനിൽ അനുരാഗത്തെയും പ്രീതിയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് അർത്ഥം വരിക. ശ്രീ ഭഗവാനുവാചാം. എന്താ പറഞ്ഞത്? 19ാമത്തെ ശ്ലോകം. വേദാഹം, വേദം അഹം, അറിവ് ഞാനാണ്. അറിവ് ഞാനാണ്. വേദാഹം തേ വ്യവസിതം ഹൃദി രാജന്യബാലക തൽപ്രയശ്ചാമി ഭദ്രം തേ ദുരാപം അഭിസൂരതാം. രാജകുമാര,
നിന്റെ ഹൃദയത്തിലെ വിചാരത്തെ ഞാൻ അറിയുന്നു. അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അന്യർക്ക് ലഭിപ്പാൻ പ്രയാസമുള്ളതാണെങ്കിലും കഠിനമായ വ്രതത്തോടു കൂടിയവനെ നിനക്ക് മംഗളം ഭവിക്കട്ടെ, അതിനെ ഞാൻ നൽകുന്നു. എത്ര കഠിനാണെങ്കിലും ശരി, ഞാൻ നമുക്ക് തരാം. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രീ ഭഗവാൻ അരുളി ചെയ്തു: ഹേ രാജപുത്ര, നിന്റെ മനോരഥം ഞാൻ അറിഞ്ഞു. ഇതരന്മാർക്ക്, നിന്നെ പോലെ ഉള്ളവർക്കെല്ലാം അല്ല, നീ അത്യുഗ്രമായ തപസ്സാണ് ചെയ്തത്. സാധിക്കാത്ത തക്കതല്ലെങ്കിലും കഠിനവ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന നിനക്ക് അതിനെ ഞാൻ നൽകുന്നുണ്ട്. നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി 20ാമത്തെ ശ്ലോകം ഒരു കോംപ്ലിക്കേറ്റഡ് ശ്ലോക, ഒരു 3 വരി ലെങ്തി ശ്ലോകമാണ്. ന അന്യൈരധിഷ്ഠിതം ഭദ്ര യൽ ഭ്രാജിഷ്ണു ധ്രുവക്ഷിതി യത്ര ഗ്രഹക്ഷതാരാണാം ജ്യോതിഷാം ചക്രമാഹിതം മേഢ്യാം ഗോചക്രവൽസ്താസ്നു പരസ്താൽ കൽപ്പവാസിനാം. ഹേ മംഗളസ്വഭാവ, അതിനാണ് നമ്മൾ ഭാഗ്യം ചെയ്യേണ്ടത്. മംഗളമായിരിക്കുന്ന കാര്യങ്ങൾ സ്വഭാവമായിട്ടുള്ളവനെ, അന്യന്മാരാൽ അധിവസിക്കപ്പെടാത്തതും പ്രകാശിക്കുന്ന സ്വഭാവത്തോടു കൂടിയതും നാശമില്ലാത്ത വാസസ്ഥാനമായിരിക്കുന്നതും, അതാണ് ധ്രുവക്ഷിതി. നാശമില്ലാത്ത വാസസ്ഥാനമായിരിക്കുന്നതും യാതൊന്നോ ഗ്രഹങ്ങൾ, വൃക്ഷങ്ങൾ, താരങ്ങൾ മുതലായ ജ്യോതിസ്സുകളുടെ സമൂഹം പശുബന്ധസ്തംഭത്തിൽ, പശുബന്ധസ്തംഭം എന്ന് പറഞ്ഞാൽ പശുവിനെ കെട്ടുന്ന കുറ്റി പോലെ, പശുക്കൂട്ടം എന്ന പോലെ യാതൊന്നിൽ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ കൽപ്പം വരെ വസിക്കുന്നവരിൽ വെച്ച് മീതെ സ്ഥിരമായിരിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഹേ ഭദ്ര, യാതൊരു സ്ഥാനം നിന്റെ പൂർവപിതാക്കന്മാരായ മന്വാദികളാൽ അധിവസിക്കപ്പെടാത്തതോ. ഇതിൻ്റെ മുമ്പേ നിനക്ക് ഞാൻ തരാൻ പോകുന്ന സ്ഥാനം ആരും ഗ്രഹിച്ചിട്ടില്ല, ഇനി ഗ്രഹിക്കാനും പോണില്ല. നിത്യവും പ്രകാശബഹുലമായിരിക്കുന്നതും നാശമില്ലാത്ത വാസസ്ഥാനവും സൂര്യാദി നവഗ്രഹങ്ങൾ, അശ്വിന്യാദികളായ 27 നക്ഷത്രങ്ങൾ മുതലായ ജ്യോതിർമണ്ഡലം കെട്ടുകുറ്റിയിൽ പശുക്കൂട്ടമെന്ന പോലെ യാതൊരു സ്ഥാനത്തിൽ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ കൽപ്പകാലത്തിലും നാശമില്ലാത്തതായ ആ സ്ഥാനത്തെ ഞാൻ നൽകിയിരിക്കുന്നു എന്നാണ്. യു ജസ്റ്റ് എൻജോയ് ഇറ്റ്, എക്സ്പീരിയൻസ് ഇറ്റ്. 21ാമത്തെ ശ്ലോകം: ധർമ്മോ അഗ്നി കശ്യപ ശുക്രോ മുനയോ ഏവനോകസ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമന്തോയൽ സതാരകാഃ. ധർമ്മം, അഗ്നി, കശ്യപൻ, ശുക്രൻ, വാനപ്രസ്ഥന്മാരായ അന്യമുനികൾ മുതലായവർ നക്ഷത്രങ്ങളോടുകൂടെ യാതൊരു സ്ഥാനത്തെ പ്രദക്ഷിണം ചെയ്ത് സഞ്ചരിക്കുന്നുവോ ആ സ്ഥാനം നമുക്ക് ലഭിക്കട്ടെ എന്നാ പറഞ്ഞത്. 22 പ്രസ്ഥിതേതുവനം പിത്ര ദത്വാഗാം ധർമ്മസംശ്രയ. ധർമ്മത്തെ ആശ്രയിക്കുന്നവന് മാത്രം കിട്ടുന്നതാണത്. വർഷസാഹസ്രം 36,000 വർഷങ്ങളെന്നാണ് പറയണത്. രക്ഷിതാവ്യാഹതേന്ദ്രിയ, ഈ രാജ്യം ഭരിച്ചതിൻ്റെ ശേഷം നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ പറയുന്നു, ഭൂമിയെ നൽകിയിട്ട് പിതാവിനാൽ വനം പ്രാപിക്കപ്പെട്ടിരിക്കുമ്പോൾ ധർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ഭവാൻ അക്ഷീണങ്ങളായ ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട്, അങ്ങയുടെ ഇന്ദ്രിയങ്ങൾക്ക് ക്ഷീണം വരാണ്ട് ഞാൻ നോക്കിക്കോളാന്നാണ് ഭഗവാൻ പറഞ്ഞത്. 1000 വർഷം കാലം, 36,000 വർഷക്കാലം ഭൂമിയെ ഭരിച്ചതിൻ്റെ ശേഷം ഈ ധ്രുവസ്ഥാനത്ത് എത്താം എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത് എന്താണ്? ഈ ശരീരം നശിപ്പിച്ചതിൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ സ്ഥാനത്തിൽ നമുക്ക് വസിക്കാം. ഈ ശരീരം നശിക്കും,
നിൻ്റെ അച്ഛൻ പ്രായമായി നിന്നെ യുവരാജാവായി വാഴിക്കും. 36,000 വർഷം നീ രാജ്യം ഭരിക്കും. അതിൻ്റെ ശേഷം നീയെ ധ്രുവനക്ഷത്രമായിട്ട് മാറും, ധ്രുവനായിട്ട് മാറും. അപ്പോൾ പറഞ്ഞു, ഇപ്പോഴാകട്ടെ നീ രാജ്യത്തെ പ്രാപിക്കണം. പിതാവ് രാജപരിപാലനത്തിൽ നിന്നെ നിയമിച്ച ശേഷം വാനപ്രസ്ഥാശ്രമം അംഗീകരിക്കും. ആ കാലത്ത് ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ 36,000 വർഷം കാലം നീ രാജ്യം പരിപാലിക്കും. അത്ര കാലവും നിൻ്റെ ശരീരവും ഇന്ദ്രിയങ്ങളും സ്വവ്യാപാരങ്ങളെ നിർവഹിക്കുന്നതിന് സമർത്ഥങ്ങളായിരിക്കുകയും ചെയ്യും. ഇനി എന്താ വേണ്ടത്? 23. ത്വദ്ഭ്രാതുരുത്തമേ നഷ്ടേ മൃഗായാം തുതന്മനാഹ അന്വേഷൻ ദേവനം മാതാ ധാവാഗ്നിം സാ പ്രവേശതി. ഇപ്പോൾ അങ്ങയുടെ കാര്യം. ഇനിയിപ്പോൾ അങ്ങയ്ക്കൊരു അനിയനുണ്ട്, ഉത്തമൻ. അയാൾ നായാട്ടിന് വേണ്ടി പോകുമ്പോൾ കാട്ടുതീയിൽ പെട്ട് മരിക്കും. അയാളെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ സുരുചി 3 വട്ടം പോവും. അവരും മരിക്കും. അതാണ് പറഞ്ഞത്, ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാണ്ട് ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് ആർക്കും പോകാൻ പറ്റില്ല. അപ്പോൾ നിൻ്റെ ഭ്രാതാവായ ഉത്തമൻ നായാട്ടിൽ നശിച്ചിരിക്കുമ്പോൾ അവനിൽ മനസ്സോടുകൂടിയ ആ മാതാവ് വനത്തിൽ തിരിയുന്നവളായിട്ട് കാട്ടുതീയനെ പ്രവേശിക്കുന്ന. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ജ്യേഷ്ഠനായിട്ട് ഉത്തമനിരിക്കുമ്പോൾ നിനക്ക് രാജ്യം എങ്ങനെ ലഭിക്കുമെന്ന് ശങ്കിക്കേണ്ട. ജ്യേഷ്ഠനായിട്ട്, അതായത് ധ്രുവൻ്റെ അനിയനല്ല, ഞാൻ പറഞ്ഞത് തെറ്റി. ധ്രുവൻ്റെ ഏട്ടനാണ് ഉത്തമൻ. നിനക്ക് രാജ്യം എങ്ങനെ എടുക്കുന്നത് ശങ്കിക്കേണ്ട. നിൻ്റെ ജ്യേഷ്ഠഭ്രാതാവായ ഉത്തമൻ നായാട്ടിന് പോയിട്ട് കാട്ടിൽ വെച്ച് നശിക്കും. പുത്രനിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ അവൻ്റെ മാതാവ് അവനെ അന്വേഷിച്ച് കാട്ടിൽ സഞ്ചരിക്കും. അവിടെ ഉത്ഭവിച്ച കാട്ടുതീയിൽ അവളും പ്രവേശിക്കും. അതിനാൽ രാജ്യ അവകാശം നിനക്ക് വരും. ഇവിടെയാണ് പുത്രനോടുള്ള അമിത മമത ആണ് സുരുചിക്ക് ജീവൻ നഷ്ടപ്പെടാൻ കാരണം. ഭാഗവതം വായിക്കാൻ പഠിച്ചാൽ പോരാ, വായിച്ച് പഠിക്കൂ, അപ്പോഴത്തൊക്കെ മനസ്സിലാവും. പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ, സമ്പത്തിന് വേണ്ടി ജീവിക്കരുത്. അപ്പോൾ 24-ാമത്തെ ശ്ലോകം. ഇഷ്ട്വാമാം യജ്ഞഹൃദയം യജ്ഞേ പുഷ്കലാദക്ഷിണേഹി ഭുക്ത്വാച്ച ഇഹാശിഷ സത്യ അന്തേ മാം സംസ്മരിഷ്യസി. ഈ ലോകത്തിൽ പൂർണ്ണമായ ദക്ഷിണയോടുകൂടിയ യാഗങ്ങൾ കൊണ്ട് യാഗമാകുന്ന ഹൃദയത്തോടുകൂടിയ എന്നെ, ഭഗവാന്റെ ഹൃദയം എന്താ? യാഗം. പരിപൂർണ ദക്ഷിണ കൊടുക്കണമെന്നാ. ദക്ഷിണയിൽ പെശകിയാൽ യജ്ഞത്തിന് ഫലം കിട്ടില്ല. അപ്പോൾ ദക്ഷിണ പറയാനും പാടില്ല, ചോദിച്ചു വാങ്ങാനും പാടില്ല. അവിടെയുണ്ട്. അപ്പോൾ യാഗമാകുന്ന ഹൃദയത്തോടുകൂടെ എന്നെ യജിച്ചിട്ട് ഉത്തമങ്ങളായ ഭോഗങ്ങളെ ഭുജിക്കാം. മറ്റത് മോശമാണ്. ഉത്തമമല്ലാത്തതിനെ ഭുജിക്കരുത്. ഭുജിച്ചിട്ട് അവസാനത്തിൽ എന്നെ വേണ്ടതുപോലെ സ്മരിക്കുന്ന. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഉത്തമങ്ങളായ ഉപകരണങ്ങളോട് കൂടെ യജ്ഞപ്രിയനായ എന്നെ അനേക യജ്ഞങ്ങൾ കൊണ്ട് ആരാധിക്കുകയും ഇഹലോകത്തിൽ ഉത്തമങ്ങളായ ഭോഗങ്ങളെ അനുഭവിക്കുകയും ചെയ്ത ശേഷം അവസാനത്തിൽ നീ എന്നെ തന്നെ വേണ്ടതുപോലെ സ്മരിക്കും. അതാണ് അപ്പം ഭഗവാനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ പുനരഭിജനനം ഉറപ്പായി. അവിടെയാണ് പ്രശ്നം. 25. തതോ ഗന്ധാസി മത്സ്ഥാനം സർവലോക നമസ്കൃതം. എൻ്റെ സ്ഥാനം എല്ലാ സജ്ജനങ്ങളാലും നമസ്കരിക്കപ്പെട്ടതാണ്. ഉപരിഷ്ടാദൃശിഭ്യസ്ത്വം യഥോ ന ആവർത്തതേയതി. ജനനം ആവർത്തിക്കരുത്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം. അനന്തരം ഋഷികളിൽ നിന്നും ഉപരിഭാഗത്തുള്ളതും
എല്ലാവരാലും നമസ്കരിക്കപ്പെടുന്നതുമായ എൻ്റെ സ്ഥാനത്തെ നീ ഗമിക്കും. യാതൊന്നിൽ നിന്ന് സന്യാസി മടങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് തിരിച്ചു പോകേണ്ട പ്രശ്നം വരുന്നില്ല എന്നർത്ഥം. അതിനുശേഷം ഭാവാർത്ഥം, അതിനുശേഷം ഋഷിലോകത്തിൽ നിന്ന് മേൽപോട്ടിരിക്കുന്നതും സർവ്വലോകങ്ങളാലും നമസ്കരിക്കപ്പെടുന്നതുമായ എൻ്റെ ലോകത്തെ നീ പ്രാപിക്കും. അവിടെ പ്രവേശിക്കുന്ന സന്യാസി പിന്നെ സംസാരത്തിലേക്ക് മടങ്ങി വരില്ല. അപ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, സന്യാസി എന്ന് പറഞ്ഞെന്താ, സ്വയം ആർജിച്ചതൊക്കെ ഭഗവത് പാദാരവിന്ദത്തിൽ വെച്ച് നമസ്കരിച്ചാൽ മാത്രമേ ദിവ്യമായ വൈകുണ്ഠപ്രാപ്തി കിട്ടൂ. അപ്പം സന്യാസികൾക്ക് മാത്രമേ അവിടം പ്രവേശം ലഭിക്കുകയുള്ളൂ എന്നാ. സന്യസിക്കണം, ഉള്ളതൊക്കെ നശിച്ചാൽ, അതായത് മറ്റുള്ളവർക്ക് പരപ്രേരണ ഇല്ലാണ്ട് കൊടുക്കണം എന്നാ. ഏതാ പേജ് നമ്പർ 209. അപ്പോൾ ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് അവിടേക്ക്, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥം കഴിഞ്ഞ് സന്യാസത്തിലേക്ക് എത്തണം. ഇനി മൈത്രേയ വാച വിതുരരോട് പറയാണ് 26ാമത്തെ ശ്ലോകം. ഇത്യർച്ചിത സ ഭഗവാൻ അതിദിശ്യാത്മനപദം ബാലസ്യ പശ്യതോ ധാമ സമയ സ്വമയാത് ഗരുഡധ്വജ. ഇത്ര വരം കൊടുത്ത് ഭഗവാൻ അപ്രത്യക്ഷമായി. ഇപ്രകാരം പൂജിക്കപ്പെട്ട ആ ഭഗവാൻ തൻ്റെ സ്ഥാനത്തെ നൽകിയിട്ട് ബാലൻ നോക്കിക്കൊണ്ടിരിക്കെ ഗരുഡവാഹനത്തിൽ ഇരുന്നിട്ട് സ്വസ്ഥാനത്തെ പ്രാപിച്ചു, തിരിച്ചുപോയി. എവിടേക്ക്? വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. അപ്പം ഞാൻ അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഇപ്രകാരം ധ്രുവനാൽ പൂജിക്കപ്പെട്ട ഭഗവാൻ തൻ്റെ സ്ഥാനത്തെ ഭക്തനായി നൽകിയ ശേഷം ബാലനായ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗരുഡോപരി വസിച്ചുകൊണ്ട് വൈകുണ്ഠം പ്രാപിച്ചു എന്ന് പറഞ്ഞു. ഇനി 27ാമത്തെ ശ്ലോകമാണ് വരുന്നത്. സ അഭിസങ്കൽപ്പജം വിഷ്ണോപാദസേവോപസാദിതം പ്രാപ്യ സങ്കൽപ്പനിർവാണം ന അതിപ്രീതോ അഭ്യകാൽപുരം. അവനും സങ്കല്പത്തിൽ നിന്ന് ജനിച്ചതും സങ്കല്പങ്ങളുടെ സമാപ്തിയോടുകൂടിയതും വിഷ്ണുവിൻ്റെ പാദസേവയാൽ സമ്പാദിക്കപ്പെട്ടതും. ഏതു കാര്യവും എന്താണ്? വിഷ്ണുവിൻ്റെ പാദസേവയാൽ സമ്പാദിക്കപ്പെട്ടതായിരിക്കണം. ആയ അതിനെ പ്രാപിച്ചിട്ട് അതിപ്രീതിയോടുകൂടാത്തവനായിട്ട് പുരം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിപ്രീതിയോടുകൂടാത്തവനാണ്. കാരണം ഭഗവാനെ വിട്ടുപിരിഞ്ഞതിലുള്ള അസന്തുഷ്ടി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ആ ധ്രുവനും തൻ്റെ സങ്കല്പത്തെ അനുസരിച്ചതും ഇതിന്മീതെ സങ്കല്പമുണ്ടാൻ അവകാശമില്ല. ഇതിൽ മീതെ സങ്കല്പം ഉണ്ടാവാൻ അവകാശമില്ലാതിരിക്കുന്നതായ ഇരിക്കുന്നതായ സ്ഥാനത്തെ വിഷ്ണുവിൻ്റെ അനുഗ്രഹം നിമിത്തം പ്രാപിച്ചുവെങ്കിലും അധികം സന്തുഷ്ടനല്ലാതെ അരമനിൽ പ്രവേശിച്ചു. ഇപ്പോഴും ധ്രുവന് പൂർണ്ണ സന്തോഷം ഉണ്ടായില്ല. കാരണം എന്താ? മോക്ഷമല്ല ചോദിച്ചത്. വിതുരാവാച. അപ്പോൾ വിതുരര് മൈത്രനോടൊരു സംശയം തീർക്കുകയാണ്. സുദുർലഭം യൽ പരമം പദം ഹരേർ മായാവിനസ്തരണാർച്ചനാർജിതം ലബ്ധ്വാപി